ഖുർആൻ ഒരു അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചിരുന്നു. അതായത് സൂറത്തുൽ മുഅ്മിനൂൻ, അതായത് 23-ാമത്തെ സൂറത്തിലെ 12 മുതൽ 14-ാമത്തെ ആയത്ത് വരെ നോക്കുക. ആ ആയത്തിലൂടെ അള്ളാഹു ഹ്യൂമൻ എംബ്രിയോളജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതായത് ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ, പിന്നീട് അവനൊരു ബീജമാക്കി സുരക്ഷിത സ്ഥാനത്ത് നാം വെച്ചു, അതായത് ഗർഭപാത്രത്തിൽ വെച്ചു. സുമ്മ ഖലഖന നുത്ഫത അലഖ, പിന്നീട് ആ ബീജത്തെ നാം രക്തകഷ്ണമാക്കി. ഫഖലഖനൽ അലഖത മുദ്ഗ, പിന്നീട് ആ രക്തകഷ്ണത്തെ മാംസകഷ്ണമാക്കി. ഫഖലഖനൽ മുദ്ഗത ഇളാമ, പിന്നീട് ആ മാംസകഷ്ണത്തെ എല്ലുകളാക്കി. ഫകസൗനൽ ഇളാമ ലഹ്മ, പിന്നീട് ആ എല്ലിനെ മാംസം കൊണ്ട് നാം പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് ഒരു പുതിയ സൃഷ്ടിയായി അവനെ നാം വളർത്തിക്കൊണ്ടുവന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനാകുന്നു. സയൻസും ഇതേ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഹ്യൂമൻ എംബ്രിയോളജിയെ കുറിച്ച് സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡി ഡെവലപ്പ് ആയിട്ടുള്ളത് 19th സെഞ്ചുറിന്റെ അവസാനത്തിലാണ്, അതായത് ഈ അടുത്താണ്. അത് തന്നെ മൈക്രോസ്കോപ്പ് പോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, 1400 വർഷങ്ങൾക്ക് മുമ്പ് മൈക്രോസ്കോപ്പ് പോയിട്ട് അടിസ്ഥാന സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത കാലത്ത് എങ്ങനെ ഖുർആന് ഇത് പറയാൻ സാധിച്ചു? അവിടെയാണ് ഖുർആൻ അത്ഭുതം. ഖുർആൻ എന്നുള്ളത് സാധാരണ ഗ്രന്ഥമല്ല, അള്ളാഹുവിന്റെ കലാമാണ്.